Good evening all. ഇന്നത്തെ വീഡിയോയിൽ ചീസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചീസ് definition. Cheese can be defined as the product obtained by draining after the coagulation of milk with a harmless milk coagulating agent under the influence of harmless bacterial cultures. And cheese is the curd or substance formed by the coagulation of milk by rennet or similar enzyme in the presence of lactic acid. ഇത്രയേ ഉള്ളൂ. മിൽക്ക് കൊയാഗുലേഷൻ ഏജൻസ് ഉണ്ട്. റെനറ്റ് പോലെയുള്ള കൊയാഗുലേറ്റിംഗ് ഏജൻസ് ചേർത്ത് മിൽക്കിനെ പിരിച്ചെടുത്തുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ചീസ്. നെക്സ്റ്റ് ചീസിൻ്റെ മാനുഫാക്ചറിങ് ആണ്. ഫസ്റ്റ് ചീസിന് വേണ്ടിയിട്ടുള്ള പാല് റിസീവ് ചെയ്യുന്നു. ദെൻ പ്രീ ഹീറ്റിംഗ് അറ്റ് 35 to 40 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നു. Then standardization, next pasteurization. And the temperature 63 degrees Celsius for 30 minutes. Then adding starter. And പറയുന്ന പേരാണ് ripening at 31 degrees Celsius. Ripening ചെയ്യുമ്പോൾ ഇത് ചീസിൻ്റെ ടെക്സ്ചറും ക്വാളിറ്റിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. Then adding color. Then adding rennet. Rennet എന്ന് വെച്ചാൽ ഒരു എൻസൈമാണ്. അത് 31 degrees Celsiusലാണ് ആഡ് ചെയ്യുന്നത്. Then coagulation, cutting. Then cooking temperature 37 to 39 degrees Celsius. Then drainage of whey. ചീസിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് whey. Then cheddaring. ഇതാണ് മെയിൻലി നടക്കുന്ന ഒരു മാനുഫാക്ചറിങ് സ്റ്റെപ്സ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പാസ്റ്ററൈസേഷൻ ടെമ്പറേച്ചർ ഓർത്തിരിക്കണം, 63 ഡിഗ്രി സെൽഷ്യസ് ആണ്. റൈപ്പനിങ് 31 ഡിഗ്രി സെൽഷ്യസ്. റെനറ്റ് ആഡ് ചെയ്യുന്നതും 31 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. നെക്സ്റ്റ് റെനറ്റ് എന്താണെന്നാണ്. റെനറ്റ് കണ്ടെയ്ൻസ് 2 enzymes, pepsin and renin. Renin is a clotting enzyme and pepsin help in the proteolysis. Ideal temperature for rennet addition is 31 degrees Celsius. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ചീസിൻ്റെ ടൈപ്സ് ആണ്. ചെഡാർ ചീസ്, പാർമേസൻ ചീസ്, കോട്ടേജ് ചീസ്, സ്വിസ് ചീസ്, റോക്കിഫോർട്ട് ചീസ്, കാമംബർ ചീസ് ആൻഡ് ബ്രിക്ക് ചീസ്. ചീസിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് റൈപ്പൻഡ് ചീസ്, അൺറൈപ്പൻഡ് ചീസ് ആൻഡ് പ്രോസസ്ഡ് ചീസ്. റൈപ്പൻഡ് ചീസ് എന്ന് വെച്ചാൽ ചീസ് വിച്ച് ഈസ് നോട്ട് റെഡി ഫോർ കൺസെപ്ഷൻ ഷോർട്ട്ലി ആഫ്റ്റർ മാനുഫാക്ചർ കഴിഞ്ഞ ഉടനെ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അൺറൈപ്പൻഡ് ചീസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. ദെൻ പ്രോസസ്ഡ് ചീസ് മീൻസ് ഒബ്റ്റെയിൻഡ് ബൈ ഗ്രൈൻഡിങ് ആൻഡ് മിക്സിംഗ് 1 or more വെറൈറ്റീസ് ഓഫ് ചീസസ്. പല ടൈപ്പിലുള്ള ചീസസ് മിക്സ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു ചീസാണ് പ്രോസസ്ഡ് ചീസ്. ചീസിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് വെരി ഹാർഡ്, സെമി ഹാർഡ് ആൻഡ് സോഫ്റ്റ് ചീസ്. ഇതിൽ വെരി ഹാർഡിൻ്റെ മോയ്സ്ചർ ലെസ് ദാൻ 35% ആയിരിക്കും. അതിന് ഏറ്റവും എക്സാമ്പിളാണ് പർമേസൻ ആൻഡ് റൊമാനോ. ഈ പർമേസൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഹാർഡായിട്ടുള്ള ചീസ് ഏതാണെന്ന് ചോദിക്കും. ബാക്കി കുറച്ച് ഓപ്ഷൻസ് വന്നിട്ട് അപ്പോൾ പർമേസനാണ് എഴുതേണ്ടത്. അടുത്തത് ഹാർഡ് ചീസ്. മോയ്സ്ചർ ലെസ് ദാൻ 40% ആയിരിക്കും. അത് 2 ടൈപ്പ് ഉണ്ട്, വിത്തൗട്ട് ഐസും വിത്ത് ഐസും. ഇപ്പോൾ റൈപ്പൻഡ് വിത്തൗട്ട് ഐസ് ആണെങ്കിൽ ചെഡാറും വിത്ത് ഐസ് ആണെങ്കിൽ സ്വിസ് ചീസും ആയിരിക്കും. അടുത്തത് സെമി ഹാർഡ് ചീസ്. അതിൻ്റെ മോയ്സ്ചർ 40 to 47% ആയിരിക്കും. അതും ബാക്ടീരിയ വെച്ച് റൈപ്പൻ ചെയ്യുന്നതുകൊണ്ട് മോൾഡ് വെച്ചിട്ട് റൈപ്പൻ ചെയ്യുന്നതുകൊണ്ട്. അതിൽ ബാക്ടീരിയ വെച്ച് റൈപ്പൻ ചെയ്യുന്നതിനെ ബ്രിക്ക് ചീസ് എന്നും ഈ മോൾഡ് വെച്ച് എന്നുള്ളത് 2 എണ്ണം ഉണ്ട്, എക്സ്റ്റേണലും ഇൻറ്റേണലും ഉണ്ട്. എക്സ്റ്റേണൽ മോൾഡ് റൈപ്പൺ ചീസിനെ പറയുന്ന പേരാണ് കാമംബർട്ടും ഇൻറ്റേണൽ മോൾഡ് റൈപ്പൺ ചീസാണ് റോക്കിഫോർട്ടും. അനദർ ക്ലാസിഫിക്കേഷനാണ് സോഫ്റ്റ് ചീസ്. അതിൻ്റെ മോയ്സ്ചർ ഗ്രേറ്റർ ദാൻ 47% ആയിരിക്കും. അത് 2 ടൈപ്പ് ഉണ്ട്, അൺറൈപ്പൻഡും റൈപ്പൻഡും. അൺറൈപ്പഡ് ആണെങ്കിൽ കോട്ടേജ് ചീസും, റൈപ്പൻഡ് ആണെങ്കിൽ ന്യൂഫ് ചാറ്റലും. നമ്മൾ പഠിച്ചിരുന്നു അൺറൈപ്പഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് ഉടനെ തന്നെ ഉപയോഗിക്കാം. റൈപ്പൻഡ് ആണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ചീസിനെ പറ്റിയിട്ട് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള പോയിൻറ്റ്സ് മാത്രമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ ഫോർ വേ ചീസ്. വേ ചീസിന് എക്സാമ്പിൾ റിക്കോട്ട ചീസ്. ഇതിങ്ങനെ കുറേ ഉണ്ട്, അപ്പം നമുക്ക് കൺഫ്യൂഷനാവും. ഇപ്പോൾ ഡയറി സയൻസ് ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കിത് എത്രയും കൂടെ കേൾക്കുമ്പം കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ചെറിയ കോഡൊക്കെ പറയാം, അല്ലാത്തവരല്ലാതെ പഠിക്കാം. പാടുള്ളവർ മാത്രം കോഡ് ശ്രദ്ധിച്ചാൽ മതി. വേ ചീസിന് എക്സാമ്പിളാണ് റിക്കോട്ട ചീസ്. അത് പഠിക്കാൻ എളുപ്പം. വേറിട്ട ചീസ് എന്ന് ഓർത്താൽ മതി. വേറിട്ട ചീസ് എന്ന് ഓർക്കുമ്പം വേയിൽ നിന്നുണ്ടായ ചീസാണ് റിക്കോട്ട ചീസ്. ദെൻ ചീസ് മെയ്ഡ് ഫ്രം സ്കിം മിൽക്ക്.
സ്കിം മിൽക്ക് എന്ന് പറയുമ്പം ഫാറ്റ് വളരെ കുറവാണ്. അതിന് എക്സാമ്പിളാണ് കോട്ടേജ് ചീസ്. നമ്മൾ റിസോർട്ട്, കോട്ടേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫാറ്റ് കുറഞ്ഞ ഫുഡല്ലേ തരുന്നത്. അപ്പോൾ കോട്ടേജിൽ നിന്ന് സ്കിം മിൽക്ക് ചീസാണ് കിട്ടിയത് എന്നോർത്താൽ മതി. ദെൻ ചീസ് ഒറിജിനേറ്റഡ് ഫ്രം സ്വിറ്റ്സർലൻഡ്. അതിന് എക്സാമ്പിളാണ് സാപ്സാഗോ ചീസ്. അപ്പം സ്വിറ്റ്സർലൻഡിലെ ഒരു സ്ഥലമാണ് സാപ്സാഗോ എന്ന് ഓർത്താൽ മതി. അപ്പം സാപ്സാഗോ ചീസ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് കിട്ടിയതാണ്. ദെൻ ചീസ് ഫ്രം ബഫല്ലോ മിൽക്ക്. അതിന് എക്സാമ്പിളാണ് മൊസറല്ല ചീസ്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും തരുന്നത്? ബഫല്ലോ മിൽക്കിൽ നിന്നുണ്ടാകുന്ന ചീസ് ഏതാണെന്ന് ചോദിച്ചിട്ട് മൊസറല്ല തരും, കോട്ടേജ് തരും, റോക്കി ഫോർട്ട് തരും. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പം മൊസറല്ല ചീസ് അല്ലേ നമ്മൾ കൂടുതൽ പിസ്സയിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. അത് കോമൺലി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ചീസാണ്. അപ്പോൾ അതെപ്പോഴും ഓർക്കണം, അത് ബഫല്ലോ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന്. നെക്സ്റ്റ് സോഫ്റ്റ് അൺറൈപ്പൺഡ് ചീസ്. അതിന് എക്സാമ്പിളാണ് കോട്ടേജ് ചീസ്. സോഫ്റ്റ് അൺറൈപ്പണിനകത്ത് മോയ്സ്ചർ 47% കൂടുതലായിരിക്കും. അൺറൈപ്പൺഡ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ മാനുഫാക്ചറിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചീസും കൂടിയാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് കോട്ടേജ് ചീസ്. നെക്സ്റ്റ് ചീസ് മെയ്ഡ് ഫ്രം ഷീപ്പ് മിൽക്ക്. ഷീപ്പ് മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന ചീസാണ് റോക്കി ഫോർട്ട് ചീസ്. ബ്ലൂ ചീസിന് എക്സാമ്പിളും റോക്കി ഫോർട്ട് ചീസാണ്. അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പം, ഫോർട്ടിൽ ബ്ലൂ ഷീപ്പ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ രണ്ടും കിട്ടും, ഷീപ്പ് മിൽക്കും കിട്ടും, ബ്ലൂ ചീസും കിട്ടും. രണ്ടും റോക്കി ഫോർട്ട്, ഫോർട്ടിൽ ബ്ലൂ ഷീപ്പ് എന്ന് ഓർക്കുക. ദെൻ സർഫസ് റൈപ്പൺഡ് ചീസ്. അതായത് നമ്മൾ ബാക്ടീരിയ മോൾഡൊക്കെ വെച്ച് ചീസിനെ റൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സർഫസിൽ റൈപ്പൺ ചെയ്യുന്ന ചീസാണ് ക്യാമംബർട്ട് ചീസ്. നെക്സ്റ്റ് സ്വിസ് ചീസ് ക്യാരക്ടറിസ്റ്റിക് ഫ്ലേവർ ഡ്യൂ ടു പ്രൊപ്പിയോണിക് ആസിഡ്. സ്വിസ് ചീസിന് ഫ്ലേവർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊപ്പിയോണിക് ആസിഡാണ്. അതേപോലെ തന്നെ സ്വിസ് ചീസിൻ്റെ റൈപ്പണിങ് കൾച്ചർ പ്രൊപ്പിയോണിക് ബാക്ടീരിയം ഷെർമാനിയാണ്. അപ്പോൾ രണ്ടിലും പ്രൊപ്പിയോണിക് വരുന്നുണ്ട്, അത് ഓർക്കാൻ എളുപ്പം പ്രോപ്പർ സ്വിറ്റ്സർലാൻഡ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ പ്രൊപ്പിയോണിക് ആസിഡും പ്രൊപ്പിയോണിക് ബാക്ടീരിയം ഷെർമാനിയും കിട്ടും. സ്വിസ് ടൈപ്പ് ചീസിന് എക്സാമ്പിളാണ് എംമെൻഡർ. ദെൻ ഡച്ച് ടൈപ്പ് ചീസ് വിത്ത് ഐസ്. ഐസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചീസിൽ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള ടൈപ്പ് ചീസില്ലേ, അതാണ് വിത്ത് ഐസ്. അതിന് എക്സാമ്പിളാണ് എദം ആൻഡ് ഗൗഡ. ദെൻ ഇൻറ്റേർണൽ മോൾഡ് റൈപ്പൺഡ് ചീസിന് എക്സാമ്പിളാണ് ബ്ലൂ വെയിൻഡ് ഫ്രഞ്ച് ചീസ്. നമ്മൾ പഠിച്ചിരുന്നു റൈപ്പൺഡ് ചീസ് 2 ടൈപ്പുണ്ട്, ബാക്ടീരിയലും ഉണ്ട്, മോൾഡഡ് ടൈപ്പും ഉണ്ട്. ഈ മോൾഡ് ടൈപ്പിൽ തന്നെ ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ടെന്ന് ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇൻറ്റേർണലി ചെയ്യുന്നതാണ് ബ്ലൂ വെയിൻഡ്. വെയിനൊക്കെ ഇൻറ്റേർണലി അല്ലേ പോകുന്നത്, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഇൻറ്റേർണൽ മോൾഡ് ചീസാണ് ബ്ലൂ വെയിൻഡ് ഫ്രഞ്ച് ചീസ്. നെക്സ്റ്റ് ചീസിലുണ്ടാകുന്നൊരു ഡിഫക്റ്റാണ് റിൻഡ് റോട്ട്. ഈ റിൻഡ് റോട്ട് ഉണ്ടാവാൻ കാരണം എക്സസീവ് ആസിഡിറ്റിയാണ്. ദെൻ ക്രാക്കഡ് പാരഫിൻ ഡിഫക്റ്റ് ഉണ്ടാവാൻ കാരണം എക്സസീവ് തിക്നെസ് ഓഫ് പാരഫിൻ കോട്ടിംഗ് ആണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാർജ് ഹോൾസ് ഇൻ ചീസ്. സ്വിസ് ചീസിൽ ചെറിയ ചെറിയ ഹോൾസ് ആണ്. ഈ ലാർജ് ഹോൾസ് ചീസിൽ ഉണ്ടാവുന്നത് ഒരു ഡിഫക്റ്റാണ്. അതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഗ്യാസിൻ്റെ ഇതുകൊണ്ടാണ് ഈ ഹോൾസ് ഉണ്ടാകുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ഐസ് ഇൻ സ്വിസ് ചീസ് ഫോമഡ് ബൈ ഗ്രോത്ത് ഓഫ് പ്രൊപ്പിയോണിക് ബാക്ടീരിയ. അത് നമ്മൾ പഠിച്ചതാണ്, പ്രോപ്പർ സ്വിറ്റ്സർലാൻഡ് എന്ന് ഓർത്താൽ മതി. ദെൻ അൻ എൻസൈം കൊയാഗുലേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റാണ് ചീസ്. അത് ഇതിലേതാണ് എൻസൈം കൊയാഗുലേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചിട്ട് ചീസിൻ്റെ കൂടെ വേറെ ഓപ്ഷൻസ് ഗീ അങ്ങനെയുള്ള ഓപ്ഷൻസ് തരും. അപ്പോൾ ചീസ് തന്നെ എഴുതണം, കാരണം ഏത് എൻസൈമാണ് ഉപയോഗിക്കുന്നത്? റെനറ്റ് എന്ന എൻസൈമാണ് ചീസിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ചീസ് കണ്ടെയ്ൻ റിച്ച് സോഴ്സസ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. ചീസ് പാലിൽ നിന്നുണ്ടാക്കുന്നതാണല്ലോ, അപ്പം കാൽസ്യവും ഫോസ്ഫറസും എന്ന മിനറൽസ് ചീസിൽ നന്നായിട്ട് ഉണ്ട്. ഗ്രീസി ഡിഫക്റ്റ് ഇൻ ചീസ് ഡ്യൂ ടു ഹൈ ഫാറ്റ് കണ്ടൻറ്റ്. ഫാറ്റ് കൂടുമ്പോൾ എന്തായാലും ഗ്രീസി ടെക്സ്ചർ ഉണ്ടാവില്ല, അപ്പോൾ അതൊരു ഡിഫക്റ്റാണ്. മില്ലിങ് ഓഫ് ചീസ് എന്ന് വെച്ചാൽ ചീസിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു പ്രോസസ്സാണ് മില്ലിങ്. ഈ മില്ലിങ് ചെയ്യുന്നത് സൈസ് റിഡക്ഷന് വേണ്ടിയിട്ടാണ്. കളർ ആഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കളറിൻ്റെ എമൗണ്ട് 30 to 200 ml ആണ്. നെക്സ്റ്റ് ചീസ് മാനുഫാക്ചർഡ് ബൈ പ്രൊഡക്റ്റ് വേ ആണ്. അതായത് ചീസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് വേ. നമ്മൾ വേറിട്ട ചീസ് എന്ന് പഠിച്ചില്ലേ, അത് വെച്ച് ഓർത്താൽ മതി. കാരണം വേ ഏതിൻ്റെ ബൈ പ്രോഡക്റ്റാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചീസ്, ഗീ, ബട്ടർ അങ്ങനെ ഓപ്ഷൻസ് തരും. അപ്പം വേറിട്ട ചീസ് എന്ന് തന്നെ ഓർക്കുക. ക്യൂറിംഗ് ടെമ്പറേച്ചർ ഓഫ് ചീസ് 0 to 60 degree Celsius ആണ്. മോയ്സ്ചർ 47% ആണ്. പ്രോസസ്ഡ് ചീസ് ടെമ്പറേച്ചർ 5 to 10 degree Celsius ആണ്.
പിന്നെ നമ്മൾ പഠിച്ചല്ലോ സോഫ്റ്റ്, സെമി ഹാർഡ്, ഹാർഡ് ചീസ് എന്ന് പഠിച്ചല്ലോ. അത് എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മോയ്സ്ചർ കണ്ടൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ 47% ആണ് സെമി ഹാർഡിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ബേസിലായിരിക്കും. ചീസ് ഡിസ്ട്രോയേഴ്സ് ആർ കോളിഫോം ബാക്ടീരിയ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചീസിനെ എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യുന്നത് കോളിഫോം ബാക്ടീരിയ ആണ്. അതേപോലെ ആൻറ്റി മൈക്രോബിയൽ ഫാക്ടറായ നിസിൻ്റെ ലെവൽ ചീസിൽ 0.1% ആയിരിക്കും. ഇത്രയും ഉള്ളൂ ചീസിനെ പറ്റിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സിൽ ഗീയെ പറ്റിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് കമൻ്റായിട്ട് പറയുക. താങ്ക്